നിങ്ങളുടെ പ്രസൻറ്റേഷൻ നല്ലതായിട്ടും നിങ്ങളെ ആരും ഓർക്കുന്നില്ലേ? കാരണം ടാലൻ്റ് അല്ല, സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാണ്. അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഇല്ല, അൺഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രസൻറ്റേഷൻ മാത്രമാണുള്ളത്. ഒരു പ്രസൻറ്റേഷൻ വിജയിക്കണമെങ്കിൽ അതിനൊരു മാജിക് ഫോർമുലയുണ്ട്. അതാണ് 5Ps മോഡൽ. 5Ps മോഡലിൽ ഫസ്റ്റ് പി എന്നത് പ്ലാനിങ് ആണ്. ഏതൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പും നന്നായിട്ട് പ്ലാൻ ചെയ്യണം. പ്ലാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ 4 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കണം. ഞാൻ എന്താണ് പറയാൻ പോകുന്നത്? അത് ഞാൻ എങ്ങനെ പറയണം? ഞാൻ പറയുന്നത് ഓഡിയൻസ് മനസ്സിലാക്കിയോ? അവർ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത്? പ്ലാനിങ് ക്ലിയർ ആണെങ്കിൽ കോൺഫിഡൻസ് താനേ വരും. സെക്കൻഡ് പി എന്നത് പ്രിപ്പറേഷനാണ്. ഏതൊരു പ്രസൻറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പും നന്നായിട്ട് റിസർച്ച് ചെയ്യണം. കോണ്ടന്റ് വീക്ക് ആണെങ്കിൽ ഓഡിയൻസ് നിങ്ങളെ കേൾക്കില്ല. പ്രിപ്പറേഷൻ ഹാഫ് ആണെങ്കിൽ ഇമ്പാക്റ്റ് 0 ആയിരിക്കും. തേർഡ് പി പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ചെയ്യാതെ സ്റ്റേജിൽ കയറുന്നത് എക്സാം എഴുതാതെ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന പോലെയാണ്. മിനിമം 15 to 20 ടൈംസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. ഫോർത്ത് പി ആണ് പ്രസന്റ് ഫുള്ളി. ഒരു കാര്യവും പകുതി മനസ്സോടുകൂടി ചെയ്യരുത്. എന്ത് കാര്യം ചെയ്താലും 100% മനസ്സോടുകൂടി വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത്. ഏതൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോഴും നിങ്ങളുടെ എനർജിയും വോയിസും ബോഡി ലാംഗ്വേജും 100% കൊടുത്തു വേണം ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാണ് ഓഡിയൻസ് നിങ്ങളെ വിശ്വസിക്കുക? ഓഡിയൻസ് എന്നെ ഇഷ്ടപ്പെടും, അവരെന്നെ സ്വീകരിക്കും, അവർക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും എന്നൊരു മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടാവണം. ഇതാണ് നിങ്ങളെ സക്സസ്സിലേക്ക് കൊണ്ടുപോകുക. പ്ലാനിങ്, പ്രിപ്പറേഷൻ, പ്രാക്ടീസ്, പ്രസൻറ്റേഷൻ, പോസിറ്റിവിറ്റി. ഈ 5 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ പ്രസൻറ്റേഷൻ ഫോർഗറ്റബിൾ അല്ല, അൺഫോർഗറ്റബിൾ ആവും.